That's very bad. See, ഞാനൊരാളെയും കൂടെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അയാളെ Wait. It will go out. It will fall down. Get. No, I cannot. You get. Wait. Oh my God, you get. Oh my God, he. क्या रही हूँ यार? मैं पकड़ेगा. पकड़ेगा तुम पकड़ो यार. Wait. ഈ മാൻഹോളിനകത്ത് ഒരു പൂച്ച കുടുങ്ങിയതുപോലെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് റമദ സിഗ്നലിനടുത്ത് ഈ അൽമുല്ലം ഹൈപ്പർ മാർക്കറ്റിന് മുമ്പിലാണ്. KFCൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും. അപ്പോൾ ഈ മാൻഹോൾ തുറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്നറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും സഹായിക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് ഇത് കഴിയില്ല. ആരെങ്കിലും ഒരു ഹെൽപ്പ് വേണം, എന്നാലേ ഇത് നടക്കുള്ളൂ. അതിനുള്ളിൽ നിന്ന് സൗണ്ട് വരുന്നു. അഥവാ അത് പുറത്തേക്ക് പോകണമെങ്കിൽ ഇത്രയും വേഗതയിൽ പോകുന്ന കാറിൻ്റെ ഇടയിലേക്കായിരിക്കും അത് കയറുക. ഒരു മലയാളി ചങ്ങാതിനെ ഹെൽപ്പിന് വിളിച്ചു. പക്ഷെ അയാൾ വരുന്നില്ല. അയാൾക്ക് എന്തോ പേടി പോലെ തോന്നിയിട്ട് അയാൾ വരുന്നില്ലായിരുന്നു. അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അത് വേറെ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പില്ലാതെ അതെനിക്ക് കഴിയില്ല ചെയ്യാൻ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയെങ്കിലും പുറത്തെടുക്കാൻ കഴിയണം. അതിന് എന്നെക്കൊണ്ട് ഒരിക്കലും കഴിയില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് സൗണ്ട് കേൾക്കുന്നത്. ഞാനിവിടെ കൃത്യമായിട്ട് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്നാണോ സൗണ്ട് കേൾക്കുന്നതെന്നുള്ളത്. യെസ്, ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള ആളുകളോട് ചോദിച്ച് നോക്കട്ടെ. എന്തായാലും എൻ്റെ ആരെങ്കിലും ഒരു സുഹൃത്തുക്കൾ ഒരു ഹെൽപ്പില്ലാതെ എനിക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ മാൻഹോളിൻ്റെ താഴെയാണ് കേൾക്കുന്നത്. നല്ല സൗണ്ട് കേൾക്കുന്നത്. ഹലോ, യെസ്, ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ഇതിനെ സഹായിക്കാൻ ആരെങ്കിലും കിട്ടിയാൽ മതിയാവും. കാരണം അപ്പം ഒരാളെയും കൂടെ ഹെൽപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. We need to open, but I need someone to help. Otherwise, I cannot see. Look. So we need to do something. See, it's very bad. See, how we need to pull up. See the road. We need someone to help. We need to pull up, but how we This car? Yeah. This maybe. ഞാനൊരാളെയും കൂടെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അയാളെ ഇതിനുള്ളിൽ സൗണ്ട് വരുന്നുണ്ട്. We need to pull up. Just sit. आराम से Oh my God! Wait! It will go out. It will fall down. Get. No, I cannot. You get. Wait! Oh my God! You get. My God! He You get. यार क्या चाह रही हो यार? मैं पकड़ेगा. पकड़ेगा तुम पकड़ो यार. Wait. How?
It's cough. No. He's very angry. He's very angry. And he need food. He need food. वो कुछ खाना नहीं कहा हुआ होगा. मैं बहुत आदमी को पूछा, कोई नहीं आया. आप आया बस. आप इधर रुकेगा, मैं एक खाना लेके आएगा उसका. खाएगा वो, मैं चेक करेगा. कैट फूड लेके आएगा. उसको इधर मत भेजो. ये नहीं, उधर रखो. थोड़ा खाना मिले. नहीं, उसका अंदर डालेगा तो भी मुश्किल है. नहीं, वो बाहर ये रोड का रास्ता में जाएगा. ये अभी इधर डाल देगा. हाँ, तो उधर नहीं जा सकेगा ना. बाद में फूड लेके देगा. उसको मामा लेके जाएगा. लेकिन वो भी मुश्किल है. किधर जाके छोड़ देगा. हाँ, वही प्रॉब्लम है. हाईवे. हाँ, वही है. ये बाहर जाएगा कलास. ये गाड़ी उसको खाना लेके आएगा, मिलेगा, खाएगा, देखेगा. नहीं, वो बहुत एंग्री है. कुछ खाना भी नहीं खाया होगा. नहीं, मत टेंशन मत करो. उसको रिलैक्स करने दो थोड़ा. 1 मिनट है. मैं इधर एक खाना लेके आए. ഒരു ക്യാറ്റിൻ്റെ ഫുഡുണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ ഡോഗ് മാത്രമേ ഉള്ളൂ. ക്യാറ്റിൻ്റെ പപ്പി സ്നാപ്പിറ്റോം ഇത് കഴിക്കുമെന്നറിയില്ല. പക്ഷേ ഇതല്ലാത്ത വേറെ നമ്മളൊരു ക്യാറ്റ് വാങ്ങിക്കാൻ വിചാരിക്കുന്നുണ്ട്. അൽമുല്ലം ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ക്യാറ്റിൻ്റെ ഫുഡ് വാങ്ങിക്കുന്നു. 11 റിയാലിൻ്റെ ഒരു कैट ये ओपन करके ये उधर डाल के दे दो. उधर नहीं, थोड़ा आराम से ओपन करके. ओके, उधर डाल के देने का. हाँ, ये इधर. लेकिन उधर मुश्किल नहीं. वो बहुत एंग्री है. लेकिन इधर डालेगा ना, ये रास्ता में पूरा गाड़ी जाएगा. बहुत गुस्सा है. गुस्सा में है. बेबी कुछ नहीं करेगा वो. नहीं वो, लेकिन पकड़ेगा तो मुश्किल. चलो, इसको गंदा से तो ये तो आना चाहिए था. हाँ, आना चाहिए था. लेकिन वो बहुत टाइम हो गया अंदर. ये ड्रेनेज का अंदर है ना. मैं साउंड सुना था, इसलिए मैं उधर गाड़ी पार्क करके बहुत आदमी का हेल्प पूछा था. ये इधर का कैशियर का भी पूछा. वो बोला क्या कल्ली वल्ली से बोला. लोग ऐसे इधर दुनिया है. वेट. तो मामा किधर है मालूम नहीं. वही छोड़ दो मेरे को. लेकिन इधर छोड़ेगा ना वो तो बाहर जाएगा फिर भी. बस इधर छोड़ के जाएगा. इधर से आएगा. लेकिन वो बाहर जाएगा कैसे भी. लेकिन उसका ऐसे छोड़ेगा तो फायदा नहीं. लेकिन वो उधर गया. वेट. ओए. इसका मामा का कैसा मिलेगा. वेरी गुड. ओके.
നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്. കഴിക്കട്ടെ. ഓക്കെ ആരാംസെ കാവോ. ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ആ ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാ. ये खाएगा तो थोड़ा അൽഹംദുലില്ലാ കഴിക്കുന്നുണ്ട് നല്ല. ये हाईवे उसमें हाईवे में जाएगा वो कला से, लेकिन उसका मामा का मिलना मानता है. कैसे मिलेगा? कितने मिलेगा? थोड़ा वेट करेगा तो कुछ आएगा, लेकिन कितना टाइम तक वेट करेगा? अभी थोड़ा भी खाना देगा वो उसको. अभी डर मत करो, अभी खाएगा रिलैक्स होएगा. अभी बहुत टाइम होगा उसका अंदर, वो ड्रेनेज का अंदर. हाँ खाएगा. हाँ നല്ല കഴിക്കുന്നുണ്ട്. സ്നാപ്പിട്ടോമാണ്. സ്നാപ്പിട്ടോമിൻ്റെ ഹോൾ ഫിഷ് എന്ന് പറഞ്ഞ ശ്രിമ്പ് ജെല്ലി. എന്തായാലും കഴിക്കുന്നുണ്ട്. अभी थोड़ा अगर रहता तो उधर छोड़ के खाना डाल देगा तो सही. खाओ. अब कुछ नहीं करेगा वो. खाना मिला. हाँ अभी खाना मिला, लेकिन अभी इसको खाना मिला ना. हाँ हराम हो गया. लेकिन अभी ये डर के जाएगा, बाहर जाएगा तो मुश्किल है. खाओ. वाह अभी वो खाने वाला है. अल्हम्दुलिल्लाह बहुत टाइम हो गया होगा. बहुत टाइम में खाना नहीं मिला, अभी खाना मिला. अच्छा है उसका. पोटो. मामा को बुलाएगा, मामा आएगा. खाओ. मैं वेट करेगा थोड़ा. ओके आई विल वेट फॉर योर मदर. डोंट वरी. ये मेरा दोस्त हेल्प किया उसको ड्रेनेज का अंदर से निकालने के लिए. ही हेल्प मी टू टेक हिम आउट फ्रॉम द ड्रेनेज. इधर है तो ओके ठीक है. मुश्किल नहीं. बैठो. ठीक है. हाँ इसका मामा का वेट करके देखेगा कुछ आएगा. ओके भैया. ओके खाओ. എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്. കുറേ സമയം തോന്നുന്നു ആ ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട്. എന്തായാലും അതിനെ രക്ഷപ്പെടുത്തി നമ്മളെ നേപ്പാളി സുഹൃത്തും. അപ്പോൾ ഞാൻ KFCൻ്റെ നേരെ മുമ്പിൽ റമദാ സിഗ്നലിൻ്റെ അടുത്തുള്ള KFCന് നേരെ മുമ്പിൽ കാറ് നിർത്തിയതായിരുന്നു. അപ്പോൾ കാറ് നിർത്തിയപ്പോൾ ഈ ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായ സൗണ്ട് വരുന്നത് കേട്ടപ്പോൾ എൻ്റെ കാർ ഇവിടെ നിർത്തിയതായിരുന്നു. അപ്പോൾ ഈ ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായ സൗണ്ട് വരുന്നത് കേട്ടപ്പോൾ അപ്പോൾ അത് ഇതുപോലെ പൊന്തിച്ച് നോക്കിയതാണ്. അപ്പോൾ ശരിക്കും ഇവിടുന്ന് രക്ഷപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ആ ഡ്രെയിനേജിലേക്ക് വീഴേണ്ടതായിരുന്നു. അപ്പോൾ അതിനെ രക്ഷപ്പെടുത്തിയതാണ്.
ഇവിടുന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാനിതുപോലെ കാറ് സൈഡാക്കിയപ്പോൾ ഈ അലിമുല്ലത്തിൻ്റെ മുമ്പ് അലിമുല്ല ഹൈപ്പർ മാർക്കറ്റിന് മുമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ രക്ഷപ്പെടുത്തി ഒരു നല്ല കാറ്റ് ഫുഡും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, കഴിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ ഇവിടെ ഇട്ട് പോകാൻ പറ്റില്ല. ഇത് റോഡ് അരികിലായത് കാരണം ഇതിനെ ഇവിടെ ഇട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എത്ര സമയം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നന്നായിട്ട് കരയുന്നുണ്ട്. കുറച്ചും കൂടെ ഭക്ഷണം കഴിക്ക്. ആ കുറച്ചും കൂടെ കഴിക്കിട്ടോ. I will wait for your mother. Thursday 13 January 2022 ഖത്തറിലെ റമദാ സിഗ്നലിൻ്റെ അടുത്തുള്ള ഒരു ഡ്രെയിനേജിൽ നിന്ന് ഈ പൂച്ച കരയുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വൃത്തി നോക്കിയതാണ്. അപ്പോൾ എൻ്റെ ഒരു നേപ്പാളി ഒരു സുഹൃത്ത് ഇതിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇത് രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാ. വിശന്ന് കുടലിൽ കരിഞ്ഞിട്ടുണ്ടോ. അതിപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒരു സ്നാപ്പി ടോം വാങ്ങിയിട്ട് കാറ്റ് ഫുഡ് വാങ്ങിക്കൊടുത്തു. പോട്ടെ eat don't worry eat. നല്ല പൂച്ചയാണ് പാവം. അത് അത്രയും ആ ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ ഇത്രയും സമയം നിന്നതെന്ന് തോന്നുന്നു. വെയിലാണോ മഴയാണോ മഞ്ഞാണോ എന്നറിയില്ല. ആ ഡ്രെയിനേജിൻ്റെ പുറത്തേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ ഡ്രെയിനേജിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് മെയിൻ റോഡിലേക്കാണ് പോവുക. ഈ ഡ്രെയിനേജിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മെയിൻ റോഡിലേക്കാണ് പോവുക. അപ്പോൾ ചൂരിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്കടിയിൽ പെടാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇത് ബർഗർ ബിൽഡിങ്ങിൻ്റെ അടുത്ത് റമദാ സിഗ്നലിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതിൻ്റെ മദറിനെ കാണുന്നില്ല. അതാണിപ്പോൾ വിഷയം. മദറിന് ഞാൻ എത്ര സമയം വരെ ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ വേറെ സ്പേസിൽ കൊണ്ടുപോയി ഇടാനും പറ്റില്ല. അപ്പോൾ വെയിറ്റ് റിലാക്സ് കഴിക്ക് കുറച്ചും കൂടെ കഴിക്ക്. ഫുഡ് കഴിക്ക്. യെസ് കഴിക്ക് കുറച്ചും കൂടെ കഴിക്ക് കേട്ടോ. വിറയ്ക്കുന്നുണ്ട്. എൻ്റെ വണ്ടിയിൽ വെള്ളം ഉണ്ടോയെന്നറിയില്ല, നോക്കണം. അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കാൻ പോകണം. പക്ഷേ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് റമദാ സിഗ്നലിൻ്റെ അടുത്തുള്ള ഹൈവേയിലാണ്, ജയ്ദ ബ്രിഡ്ജിൻ്റെ അടുത്താണ്. ഇത് KFCൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അൽമുല്ലം ഹൈപ്പർ മാർക്കറ്റ്. ഇതിനെ ഇവിടെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയൊരു പണി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പിൻ്റെ ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെയൊക്കെ റോഡാണ്. റോഡ് സൈഡിലൂടെ അതിന് പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എത്ര സമയം വരെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. എന്തായാലും കുറച്ച് നേരം വരെ വെയിറ്റ് ചെയ്യും ഞാൻ എന്തായാലും. ഇപ്പോൾ അതിൻ്റെ ദേഷ്യമൊക്കെ മാറി കേട്ടോ. അതിൻ്റെ ദേഷ്യം എൻ്റെ 2-3 സുഹൃത്തുക്കളോട് ഞാൻ അപേക്ഷിച്ച് ഇതൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. കാരണം അത് റോഡ് സൈഡിലുള്ള ഡ്രെയിനേജ് ആയത് കാരണം ഒറ്റയ്ക്കത് തുറക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ 2-3 എൻ്റെ ഒരു സുഹൃത്തുക്കളോട് ഞാൻ അപേക്ഷിച്ചിട്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്തില്ല. അപ്പോൾ നേപ്പാളി ആ സുഹൃത്താണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അതിനെ രക്ഷപ്പെടുത്തി. അമ്മയെ കാണാനിട്ട് ഭയങ്കര കരച്ചിലാണ്. മദറിനെ എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് എനിക്കറിയില്ല. എന്താ ചെയ്യുക?
ഞാൻ ജയ്ദ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. അതായത് ഈ റമദാ സിഗ്നലിനടുത്തുള്ള ഈ സർവീസ് റോഡ് ബർഗർ ബിൽഡിങ്ങിൻ്റെ അൽമുല്ല ഇങ്ങോട്ട് നിന്ന് സാധനം വാങ്ങിക്കാൻ വേണ്ടി ജസ്റ്റ് കയറിയതാണ്. എന്തോ ഒരു ഭാഗ്യത്തിന് അത് കയറിയത്. അപ്പോഴാണ് ഞാൻ ഡ്രെയിനേജിൽ നിന്ന് ഇങ്ങനെ ചെറിയ പൂച്ച കരയുന്ന സൗണ്ട് കേട്ടത്. അപ്പോൾ വണ്ടി നിർത്തി ആളുകളോട് ഹെൽപ്പ് ചോദിച്ചു ഇതിനൊന്ന് രക്ഷിക്കാൻ വേണ്ടി. എനിക്ക് എന്തായാലും ഉറപ്പുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടെന്നുള്ളത്. അത് ശരിക്കും അതിനെ രക്ഷപ്പെടുത്തിയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ അത് ആ ഡ്രെയിനേജിനകത്തേക്ക് പോകും. അതുമല്ല അതിന് പുറത്തേക്ക് രക്ഷപ്പെടുകയാണെങ്കിൽ അത് വണ്ടി കയറാനും സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് എങ്ങനെയെങ്കിലും അതിനെടുത്തി. അപ്പോൾ ഇതാണ് ഡ്രെയിനേജ്. ഈ ഡ്രെയിനേജ് എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ ഏറ്റവും അടുത്തായിട്ടാണുള്ളത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലായി ബർഗർ ബിൽഡിങ്ങിനടുത്തുള്ള ഒരു ഡ്രെയിനേജിലാണ്. ഇതിൻ്റെ ഉള്ളിലായിരുന്നു അകപ്പെട്ടത്. ഇതിനുള്ളിലെന്ന് വെച്ചാൽ പൊന്തിക്കാൻ നല്ല പണിയാണ്. ഇതിനുള്ളിൽ അകപ്പെട്ടു പോയതായിരുന്നു. അതിനുള്ളിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല. രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് സ്പീഡിൽ വരുന്ന വാഹനങ്ങളിൽ കുടുങ്ങുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ അമ്മനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. കാരണം ഇപ്പോൾ അത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരണം. അമ്മ വരുമോ അതിനെ കടിച്ച് കൊണ്ടുപോയാൽ മതിയായിരുന്നു. കാരണം അല്ലാതെ ഇതിനിവിടെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന റോഡിലേക്ക് അത് ഇറങ്ങും. ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ജീവന് അപകടം സംഭവിക്കും. കുറച്ചും കൂടെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഫുഡ് കഴിക്കും. ഒരു മണിക്കൂറോളമായി അതിൻ്റെ അമ്മയെയും കാത്ത് ഞാൻ നിൽക്കുകയാണ്. അമ്മ വന്നിട്ടില്ല. വെയിറ്റ് വാ ഞാൻ കാത്തു നിൽക്കുകയാണ്. അമ്മ വരുമോ എന്നുള്ള അറിയില്ല. എത്ര സമയം വരെ നിൽക്കണമെന്നൊന്നും അറിയില്ല. പൊട്ട് വാ 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 കഴിക്ക് ഭക്ഷണം കഴിക്ക്. ഫുഡ് കഴിക്ക്. ആ യെസ് ഫുഡ് കഴിക്ക്. ഫുഡ് കഴിക്ക്. യെസ് ദാ ഫുഡ് കഴിക്ക്. അതേ ആള് വീണ്ടും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിക്കട്ടെ. നല്ല വിശന്നിട്ടുണ്ടാണ് അത് ഭക്ഷണം കഴിക്കുകയാണ്. റമദാ സിഗ്നലിൻ്റെ അടുത്താണ്. KFCക്ക് ഓപ്പോസിറ്റ് റമദാ സിഗ്നലിനടുത്തുള്ള അൽമുല്ലം ഹൈപ്പർ മാർക്കറ്റ്. കഴിച്ചോളൂ. I will wait for your mother. Okay? കഴിക്കൂ. എൻ്റെ അമ്മയെ കാണാനിട്ട് നല്ല കരച്ചിലാണ്. എന്തായാലും 1.5
1.5 മണിക്കൂർ 2 മണിക്കൂറിന് മേലെ ഞാൻ കാത്തു നിൽക്കുന്നു. ഏതായാലും ഇത് സേഫായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും അതിൻ്റെ മദർ വരുമെന്ന് വിചാരിക്കുന്നു.